ഹലോ നോബഡീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ കുറച്ച് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റും അതുപോലെയൊക്കെ തന്നെ കുറച്ച് ബ്ലണ്ടേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞങ്ങൾ 5 മിനി ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് വേണ്ടി പോയത്. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഞാനും സുഫേൽക്കാണ്, പിന്നെ ഫാസിൽ, സുമി, പിന്നെ അവൻ്റെ ഒരു ബേബി ഗേള്, പിന്നെ ഷാഹിദ്, ഷംന, അവരൊരു ബേബി ബോയ്. ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ ഈ ട്രിപ്പിലെ എൻ്റർടൈൻമെൻറ്റ്. പിന്നെ അടുത്ത് വന്നിട്ട് നിസാറും അൻസില, പിന്നെ നിഷാദ്, അസ്ന. ഇവർ രണ്ടുപേരും ന്യൂലി മാരീഡാണ്, ഇപ്പോൾ മാരീഡ് ആയ ഗൈസാണ്. അതിൽ ഈ നിഷാദും അസ്നയും എന്താണ് ലവ് മാരേജ് ആണ്. അവർ കുറച്ച് ലവ് മാരേജിൻ്റെ കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതുപോലെ തന്നെയാണ് ഫാസിലും സുമിയും. ഇവരും ലവ് മാരേജ് ആയിരുന്നു, 4 ഇയർ ആയി. അവരെയാണ് ബേബി ഗേള്. എന്നിട്ട് ഞങ്ങൾ ഒരു 3 മണിക്കൊക്കെ സെറ്റായിരുന്നു, പുലർച്ചെ 3 മണിക്കൊക്കെ സെറ്റായതിന് ശേഷം ഒരു 4 മണിക്ക് പോകാമെന്നായിരുന്നു പ്ലാന്. എന്നിട്ട് എൻ്റെ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 3:45 എൻ്റെ ഒക്കെ കഴിഞ്ഞ് ഞാൻ സുഫിലേക്ക് സെറ്റ് നിന്ന്. എന്നിട്ട് ബാക്കിയുള്ളവർ വിളിച്ച് നോക്കുമ്പോൾ ചിലവർ എണീറ്റിട്ടില്ല, ചിലവർ എണീറ്റേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ പോസ്റ്റായി കുറച്ച് കട്ടൻ ചായയും അതുപോലെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവർ വെയിറ്റാക്കി. അതിൻ്റെ ഇടയിലാണ് വേറൊരു കോള്. അൻസാർ എന്ന് പറഞ്ഞ ഒരാൾ, പുതിയൊരു ക്യാരക്ടർ അതിൻ്റെ ഇടയിൽ വന്നു. ഞാനും ഫസ്റ്റ് തന്നെയാണ് അവനെ കാണുന്നതൊക്കെ. അപ്പോൾ സുഫേൽക്ക് പറഞ്ഞു അൻസാറിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകണം. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് പിക്ക് ചെയ്തിട്ട് അവർ പോന്നു. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ വെയിറ്റാക്കി. അങ്ങനെ അൻസാറിനെ എടുത്തിട്ട് വന്നു. അവനാണ് നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ്. അവൻ്റെ വൈഫും അതുപോലെ ബേബിയും അബ്രോഡാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 2 വട്ടമൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് പോകാൻ വേണ്ടി നോക്കും. ഒരു വട്ടം ക്യാൻസലായി, ഒരു വട്ടം എന്തോ ഒരു കാരണത്തോണ്ട് അങ്ങനെയും പോയി. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ട്രിപ്പിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അതിനുശേഷം ഞങ്ങൾ 2 വണ്ടിയിലാണ് പോകാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ 2 വണ്ടി വന്നു. ഞാനും അതുപോലെ സുഫേൽക്കും അൻസാറും പിന്നെ നിസാറും അവൻ്റെ വൈഫായിട്ടുള്ള അൻസിലും, ഞങ്ങൾ 5 പേരും കൂടെ ഒരു കാറിലും ബാക്കി 3 ഫാമിലി മറ്റേ കാറിലുമാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. ഫുൾ ടൈം അങ്ങനെ നല്ല പോയത്. പിന്നെ അവിടുത്തെ കുറേ ഇടയ്ക്കൊക്കെ മാറിയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ പോയി വന്ന് ആദ്യം അൻസാറിനെ എയർപോർട്ടിൽ കൊണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു എയർപോർട്ടിൻ്റെ കുറച്ച് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയില്ല, ഒരു ബേക്കറി ഷോപ്പ്, രണ്ടും ഉണ്ട്. അപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിർത്തി എൻ്റെ വാഷ്റൂമിൽ പോകേണ്ടവരൊക്കെ പോയി ഫ്രഷായി. അതിൻ്റെ ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് സർബത്തും അതുപോലെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു, ഹെവി ആയിട്ടുള്ള ചെറുതായിട്ട്. അതിന് ശേഷം അൻസാറിനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നു. എല്ലാവരും കൂടെ പോയില്ല, ഷാഹിദും നിസാറും കൂടെ ആണ് കൊണ്ടാക്കാൻ പോയത്. അങ്ങനെ അവനെ കൊണ്ടാക്കി വന്നിട്ട് നേരെ തിരിച്ചുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നു. എന്നിട്ട് ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അത് ഞങ്ങൾ പോയത് അതിരപ്പള്ളി പോയിട്ട് അങ്ങനെ എന്ത് ചെയ്തു, വായ്പാറ പോയി. അപ്പോൾ അതാണ് വീഡിയോസിൽ കാണാം നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ എവിടെയൊക്കെയാണ് പോയത് എന്നതൊക്കെ. പഴനി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് പോയത്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഷാദിൻ്റെയും അസ്നാരിലെ സ്റ്റോറി പറഞ്ഞുതരാന്നുള്ളത്. അസ്ന വന്നിട്ട് അവളെ വീട് വന്നിട്ട് മറ്റേ മൂന്നാറാണ്, കറക്റ്റ് മൂന്നാറല്ല, അവിടേക്കാണ്, ആ ഒരു പ്ലേസിലാണ്. അവർ തമ്മിൽ പരിചയപ്പെട്ടത് മറ്റേ സ്നാപ്ചാറ്റാണ്. എല്ലാവർക്കും അറിയാലോ, വൈബല്ലേ, ഫോട്ടോ കാര്യങ്ങളെടുക്കാനൊക്കെ സ്നാപ്ചാറ്റിൽ കൂടെ ചാറ്റ് ചെയ്ത് അങ്ങനെ സെറ്റായ ഒരു മിനി ഫാമിലിയാണ്. അതുപോലെ ഈ നിസാറും അതുപോലെ നിഷാദും തമ്മിൽ ട്വിൻസാണ്. അറിയാം, ഇവർ രണ്ടുപേരും കണ്ടാൽ തോന്നില്ലെങ്കിലും ഇവർ ട്വിൻസാണ് ഗൈസ്. ഇതൊക്കെയാണ് അന്നത്തെ വൈബ് കാര്യങ്ങളൊക്കെ. അവിടെ ഞങ്ങൾ രാവിലെ മസാല ദോശ കഴിച്ചു. വേറെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഹെവി ആയിട്ട് മസാല ദോശ അതുപോലെ വട കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടുന്ന് നേരെ വെള്ളച്ചാട്ടം കാണാൻ പോയി. അത് കണ്ട് തിരിച്ച് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ്, ഇത് ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലിയല്ല, ഏതൊരു ഫാമിലിയാണ്. ഒരു ബേബി ബോയ് ഉണ്ട് അവരെ കൂടെ. അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് എന്തെങ്കിലും പുറത്ത് കടന്നു. ബേബീസൊക്കെ ഉറങ്ങിട്ടോ, അവരൊക്കെ കുറേ ടൈം എടുത്ത്. രാവിലെ നേരത്തെ നീറ്റായില്ലേ, ട്രാവൽ ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവരും ഉറങ്ങും. അപ്പോൾ അവരൊക്കെ ഉറങ്ങി. അപ്പോൾ ഇതാണ് വ്യൂവും കാര്യങ്ങളൊക്കെ. അതിൻ്റെ
പുറത്തായിട്ട് കുറച്ച് പേർച്ചേസും കാര്യങ്ങൾക്കുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് മീൻസ് ഒരു നാരങ്ങ സോഡ അതുപോലെ കുറച്ച് കടി കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ കുറച്ച് പേർച്ചേസ് ചെയ്യാനൊക്കെ ചെയ്തു. തിരിച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. അവിടെ ഞാനിതാണ് മേടിച്ച സാധനം രസമല്ലേ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി തിരിച്ച് വണ്ടിയിലോട്ട് വേറെ ഡെസ്റ്റിനേഷൻ തപ്പി ഇറങ്ങാണ് ഗൈസ്. പിന്നെ വണ്ടി കയറിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അത് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കുറച്ച് കൂടി വന്നു. ഒരു ഹെവി മഴയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ് നല്ല പ്ലേസും കാര്യങ്ങളും വൈബൊക്കെ ആസ്വദിച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വണ്ടിയിൽ മറ്റേ അന്താക്ഷരി കളിച്ചു. പിന്നെ ഫിലിമിൻ്റെ ലാസ്റ്റ് എൻഡിൽ അടുത്ത ഫിലിമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ ടൈപ്പ് ഓഫ് കളിയൊക്കെ കളിച്ച് നല്ല വൈബായിരുന്നു കാറിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ റെഡ് കാറിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മറ്റേ കാറിലേക്ക് മാറിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാം നമ്മളിങ്ങനെ കാണുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു രസം ഒരിക്കലും ഫോണിൽ കിട്ടില്ല ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇറങ്ങി വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളം ഒഴിച്ചു പോകണ ആ ഒരു ഏരിയ കാര്യങ്ങളൊക്കെയാണ്. നല്ല ഒരു കോടയും അതുപോലെ നല്ലൊരു കൂളിനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ മഴ നനഞ്ഞതാണ്, ചെറുതായി മഴ കൊണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റോഡ് സൈഡിൽ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിക്കും കാര്യങ്ങളും അവിടെ ഡെസ്റ്റിനേഷൻ കണ്ടപ്പോൾ ഭംഗി കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവർ രണ്ടുപേരെയാണ് ഞാൻ പറഞ്ഞ ലവ് മാരേജ് പറഞ്ഞില്ല സ്നാപ്ചാറ്റ്. അവർ രണ്ട് കക്ഷിയാണ്. അപ്പോൾ അവർ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറച്ചിങ്ങനെ വൈബാക്കിയിരുന്നു. ഇവനാണ് ഒരു ട്വിൻസ്. ഇവൻ മൂത്തത്, ഇവൻ്റെ അടുത്തത് നിസാർ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ നിസാർ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് അവരൊക്കെ ഒരുപാട് ഊക്കിയിട്ടോ. കാരണം ഇവർ പറഞ്ഞ അവനാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത ട്വിൻസിലത്തെ ഒരാളാണ് ഇവനാണ് മൂത്തത്. അവൾക്ക് ഇങ്ങനെ ഇവന് ഇഷ്ടമായി എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉപ്പാക്ക് ഇഷ്ടമായപ്പോൾ അവൾക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൾ ഫ്ലാറ്റായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇവരുടെ സ്റ്റോറീസൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാണ് അവിടെ വൈബ് കാര്യങ്ങളൊക്കെ. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, പോലെ ഒരു അധികം മഴയില്ല. ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇവരാണ് മറ്റേ 4 വർഷം മുന്നേ ഉണ്ടായിരുന്ന ലവ് മാരേജ് ആണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ വണ്ടിയൊന്നും പണി തന്നു. ലൈറ്റിൻ്റെ പ്രോബ്ലം വന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ ഇതൊക്കെയാണ്. കുറേ കാര്യങ്ങളുണ്ട്, കുറേ പറയാനുണ്ട്. പക്ഷേ വീഡിയോ ലോങ് ആക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.